വിക്കിയോട് കടുത്ത ശത്രുതയുള്ള വിക്രം എന്തിന് ഇവിടേക്ക് വന്നു അവനെ കാണാൻ? അവളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞു. വിക്കി അമ്പരപ്പോടെയും പകപ്പോടെയും ഇരുവരെയും നോക്കി. വിക്രം താനോ? വിക്കി അതിശയത്തോടെ ചോദിച്ചു. അവന്റെ നോട്ടം വൈദ്യുവിലേക്ക് നീണ്ടു. തന്നെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും അവളുടെ മുഖത്തില്ല. പക്ഷേ വിക്രത്തിന്റെ മുഖത്ത് പതിവ് ദേഷ്യമില്ല. താനിപ്പോ ഫ്രീ ആണോ? അടുത്ത ഷോട്ടിന് അരമണിക്കൂർ ഗ്യാപ്പുണ്ട്, നമുക്ക് അങ്ങോട്ടിരിക്കാം. വിക്കി അവരെ വിളിച്ചുകൊണ്ട് അവന്റെ കാരവാനിലേക്ക് കയറി. അവിടെയുണ്ടായിരുന്ന ചെയറിൽ അവർ ഇരുന്നു. വിക്കി വിക്രത്തെ നോക്കി. അവൻ എന്തോ പറയാനുള്ളതുപോലെ. തനിക്ക് സുഖമല്ലേ? വിക്രം വിക്കിയെ നോക്കി ചോദിച്ചു. അവന്റെ നോട്ടം വൈദ്യുവിലേക്ക് നീണ്ടു. അവിടെ നഷ്ടബോധം നിഴലിക്കുന്നത് വിക്രം കണ്ടിരുന്നു. അങ്ങനെ പോകുന്നു. നിങ്ങൾ ഹാപ്പിയല്ലേ? കുഴപ്പമില്ല. എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് വിക്രം. ഹോസ്പിറ്റലിൽ പുതിയ കാർഡിയോളജിസ്റ്റായി ചാർജ് എടുത്തത് തൻ്റെ പഴയ ഫ്രണ്ട് രാഹുലാണ്. വിക്രം അത് പറഞ്ഞപ്പോൾ വിക്കിയുടെ മുഖം വലിഞ്ഞു മുറുകി. ഐ എം സോറി വിക്രം, സത്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. താൻ പറഞ്ഞിട്ടാണ് അവൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ, ദിശ അന്ന് എല്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ, മറ്റുള്ളവർക്ക് മുന്നിൽ ഞാനും അവളും തലകുനിച്ച് നിൽക്കേണ്ടി വന്നപ്പോൾ തന്നോടുള്ള പക കൂട്ടുകയായിരുന്നു ഞാൻ. വൈദു ഞെട്ടലോടെ ഇരുവരെയും നോക്കി. വിക്കി അർത്ഥഗർഭമായി അവനെയൊന്ന് നോക്കി ചിരിച്ചു. വേദനിക്കുന്നവൻ്റെ ചിരി. അന്ന് ഒരുപാട് തവണ ഞാൻ തന്നോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നതാണ്, സത്യങ്ങൾ തുറന്നു പറയാൻ. പക്ഷെ താൻ എന്നെ പകയോടെ ആട്ടിപ്പായിച്ചു. കാലം എത്ര കഴിഞ്ഞിട്ടും പാമ്പിൻ്റെ പക പോലെ അത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ഒന്ന് തുറന്ന് ചോദിച്ചോട്ടെ വിക്രം? വിക്കി വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. വിക്രം തലകുലുക്കി. എന്നോടുള്ള പകയാണോ വൈദേഹിയിൽ തന്നെ എത്തിച്ചത്? വൈദു അത് കേട്ട് വിക്രത്തിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. തൻ്റെ മനസ്സിലെ അവസാനത്തെ ആശങ്കയാണത്. അത് തനിക്കും അറിഞ്ഞേ തീരൂ. വിക്രം ഇരുവരെയും നോക്കി. രണ്ടുപേരുടെയും മിഴികൾ തന്നിലാണ്. കഴുത്തിൽ ആദ്യം താലി ചാർത്തിയവനും വീണ്ടും താലി ചാർത്തിയവനൊപ്പം ഇരിക്കുന്നവളെ അവൻ നോക്കി. അവളുടെ ഉയർന്ന ശ്വാസമെടുപ്പ് അവന് കേൾക്കാമായിരുന്നു. തൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഞാനത് പറയാം. താനടക്കം ഒരുപാട് പേരുടെ മനസ്സിലുള്ള ചോദ്യമാണിത്. ഞാൻ ആദ്യം ഉർവശിയെ കാണുന്നത് അന്ന് കാർ ഇയാളുടെ സ്കൂട്ടറിൽ ഇടിക്കാൻ പോയപ്പോഴാണ്. പിന്നെ ക്യാമ്പിന് പോയപ്പോൾ എന്നോട് നടുറോഡിൽ വെച്ച് വഴക്കുണ്ടാക്കലുണ്ടായ ദേഷ്യം അവളെൻ്റെ അരികിൽ കിട്ടിയപ്പോൾ മനഃപൂർവ്വമാണ് അസിസ്റ്റന്റിനെ മാറ്റി നിർത്തി എൻ്റെ അസിസ്റ്റൻ്റ് ആക്കിയത്. പിന്നെ പലവട്ടം ദേഷ്യം പിടിപ്പിച്ചു, വഴക്കുണ്ടായി. അന്ന് ചന്തു വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആത്മാർത്ഥമായി കുറ്റബോധം തോന്നി. ഇനി മനഃപൂർവ്വം തൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് തീരുമാനിച്ചു. അതിനിടയിൽ ക്യാമ്പിന് പോയപ്പോഴാണ് സഞ്ജു താനാണ് ഉർവശിയുടെ ഭർത്താവെന്ന് പറയുന്നതും താൻ അവളെ ഉപേക്ഷിച്ചു പോയെന്ന് പറയുന്നതും. സത്യത്തിൽ ഞാൻ ഷോക്കായിപ്പോയി. താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല തൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന്. അന്ന് ഉർവശിയുടെ വീട്ടിൽ പോയപ്പോൾ അമ്മ ഞാൻ പോലും അറിയാതെയാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇവളെ എനിക്ക് വിവാഹം ആലോചിച്ചത്. അതിൻ്റെ പേരിൽ ഞാൻ കുറേ ബഹളം ഉണ്ടാക്കിയിരുന്നു. പിന്നെ എനിക്കും തോന്നി ഒരു ലൈഫ് പാർട്ട്ണർ വേണമെന്ന്. അതുകൊണ്ട് തന്നെ സമ്മതം പറഞ്ഞു. പക്ഷെ അവിടെ ഒരിടത്തും അവൾ തൻ്റെ ഭാര്യയായിരുന്നു ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല വിക്രം. ഒടുവിൽ താൻ പ്രണയിച്ചത് അവളെയാണെന്നറിഞ്ഞപ്പോൾ ആ മനസ്സിൽ താൻ ഇപ്പോഴും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സംസാരിക്കാൻ തനിച്ചു വിട്ടത്. ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയ ഇവൾ ഒരിക്കലും ഇനി തൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും മനസ്സിൽ ഒരാശങ്ക നിലനിന്നിരുന്നു. ഒരുപക്ഷെ തൻ്റെ പ്രണയം അവളാണെന്ന് തിരിച്ചറിയുമ്പോൾ തിരികെ വരുമെന്ന് കരുതി. പക്ഷെ അവിടെയും അവൾ ആത്മാഭിമാനം വിട്ടുകളഞ്ഞില്ല. അതും പറഞ്ഞ് വിക്രം എണ്ണീറ്റ് വൈദേഹിയെ തന്നോട് ചേർത്ത് നിർത്തി വിക്കിയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിക്കി ഇരുവരെയും നോക്കി. ഈ ലോകത്തിനു മുൻപിൽ എവിടെയും ഞാൻ വിളിച്ചു പറയും വിക്രം, ഞാൻ ഉർവശിയെ എൻ്റെ സ്വന്തമാക്കിയത് ആരോടുമുള്ള പകയ്ക്കോ വാശിക്കോ അല്ലെന്ന്. എൻ്റെ പാതിയായി എൻ്റെ കണ്ണടയും വരെ ചേർത്ത് പിടിക്കാനാണെന്ന്. നിന്നോട് എനിക്ക് 2 കാര്യങ്ങളിൽ നന്ദിയുണ്ട് വിക്രം. വിക്രം അത് പറഞ്ഞപ്പോൾ വിക്കി അവനെ സംശയത്തോടെ നോക്കി. 1, താൻ ഇവളെ താലി കിട്ടിയതിന്. 2, ആ താൻ തന്നെ ഇവളെ ഉപേക്ഷിച്ച് പോയതിന്. വിക്കി അവനെ മനസ്സിലാവാതെ നോക്കി. അന്ന് താൻ ഇവളുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ സഹോദരന്റെ സ്ഥാനത്ത് കണ്ട ചന്തുവിനെ വിവാഹം കഴിച്ച് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വന്നേനെ ഇവൾക്ക്. 2, താൻ ഉർവശിയെ സ്നേഹിക്കാതിരുന്നത് കൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് ഉർവശി എൻ്റെ ജീവിതത്തിലെത്തിയത്. കാരണം എൻ്റെ കുടുംബത്തോട് ചേർന്ന് പോകാൻ ഏത് സാഹചര്യത്തിലും കഴിയുമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉർവശി തെളിയിച്ചിട്ടുണ്ട്. അവളുടെ മനസ്സിലെ നന്മ, കരുണ, സ്നേഹം ഇതൊക്കെ കാരണമാണ് വിക്രം തൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ഇവളെ പൊന്നുപോലെ നോക്കുന്നത്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ട മകളായത്. വൈദു ഒരേങ്ങലോടെ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുപോയി. വിക്രം അവളെ ചേർത്ത് പിടിച്ചു. വിക്കി തലകുനിച്ചിരുന്നു പോയി. വിക്രം, എനിക്കിപ്പോൾ തന്നോട് ഒരു ദേഷ്യവും ഇല്ല. പക്ഷെ താൻ ഒരു കാര്യം ചെയ്യണം.
വിക്കി അവനെ തലയുയർത്തി നോക്കി. സ്വന്തം അച്ഛനെയും അമ്മയും ഇനിയും വേദനിപ്പിക്കരുത്. കാരണം അവർക്ക് ആണായും പെണ്ണായും താൻ മാത്രമേ ഉള്ളൂ. തന്നിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവർക്ക്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ നല്ല ദിവസങ്ങൾ. അവരില്ലായ്മയിൽ നമ്മൾ അനാഥരാണ് വിക്രം. സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും തനിക്ക് ജന്മം നൽകിയതാണ് രാധിക ആൻറ്റി. ഇനിയൊരു കുഞ്ഞിനെ വഹിക്കാൻ ശേഷിയില്ലാത്ത ആ ഗർഭപാത്രം തന്നോടൊപ്പം തന്നെയാണ് പുറത്തേക്ക് വന്നത്. അവൻ്റെ ആ വെളിപ്പെടുത്തലിൽ വൈദുവും വിക്കിയും ഒരു നടുക്കത്തോടെ അവനെ നോക്കി. ഇരുവർക്കും അങ്ങനെയൊരു കാര്യം അറിയില്ലായിരുന്നു. അത്രയും വേദന തനിക്ക് വേണ്ടി സഹിച്ച ഒരമ്മയെ ഇനിയും വേദനിപ്പിക്കരുത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക വിക്രം. നല്ല സുഹൃത്തുക്കളായി ഇനിയും തുടരാൻ നമുക്ക്. കണ്ണു നിറഞ്ഞിരിക്കുന്നവനെ ചുമലിൽ തട്ടിക്കൊണ്ട് വിക്രം വൈദുവിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. കാറിൽ കയറിയിരുന്നപ്പോൾ കാറ്റുപോലും കടക്കാത്ത അത്രയും മുറുക്കത്തിൽ വൈദു അവനെ ആഞ്ഞു പുണർന്ന് പൊട്ടിക്കരഞ്ഞു. മാപ്പ്, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. അവൾ കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി. പകയും പ്രതികാരവും പെണ്ണിനോട് തീർക്കുന്നവനാണല്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അഗ്നിസാക്ഷിയായി ഞാൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് ആരോടുമുള്ള വാശിക്കോ പകയ്ക്കോ അല്ല. എല്ലാം ഒരു മൂടുപടമായിരുന്നു. ഞാൻ ഇങ്ങനെയാണ്. പരിക്കനാവുകയോ സൗമ്യനാവുകയോ ചെയ്യാം. എന്നിൽ നിന്നും സ്ഥായിയായൊരു ഭാവം പ്രതീക്ഷിക്കരുത്. ഒരായുസ് മുഴുവനുള്ളത് താൻ കരഞ്ഞു തീർത്തില്ലേ? ഇനി വേണ്ട. എൻ്റെ ഭാര്യ കരുതുന്നത് എനിക്കിഷ്ടമല്ല. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ടുകൊണ്ട് പറഞ്ഞു. അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. ഈയുള്ളവനെ നൽകിയതിൽ അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇതേസമയം പതിവില്ലാതെ വിക്കിയുടെ കോൾ ഫോണിൽ വന്നപ്പോൾ രാധിക സന്തോഷത്തോടെ കോൾ എടുത്തു. വെസ്റ്റേൺ ഹിൽസ് എന്നെഴുതിയ റിസോർട്ടിന് മുന്നിൽ വിക്രം കാർ പാർക്ക് ചെയ്തപ്പോൾ സെക്യൂരിറ്റി ബഹുമാനത്തോടെ ഓടി വന്നിരുന്നു. അയാൾ തന്നെ അവരുടെ ബാഗുകൾ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. റിസപ്ഷൻ സ്റ്റാഫ്സ് അവരെ കണ്ടതും എഴുന്നേറ്റ് നിന്നു. എല്ലാം ഓക്കെ അല്ലേ? വിക്രം റിസപ്ഷൻ സ്റ്റാഫിനോട് ചോദിച്ചു. യെസ് സർ. ഇതാക്കി. ആ പെൺകുട്ടി ഒരു കീ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. കോട്ടേജുകൾ പോലെയുള്ള ഒരു റിസോർട്ടായിരുന്നു അത്. കൃത്രിമ വെള്ളച്ചാട്ടവും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച നടപ്പാതകളും. ഒരു കോട്ടേജിന് മുന്നിൽ സെക്യൂരിറ്റി ബാഗുകൾ കൊണ്ടുവച്ചു. വിക്രം അയാളുടെ പോക്കറ്റിൽ 2 500-ന്റെ നോട്ടുകൾ എടുത്തു വെച്ചു കൊടുത്തു. അയാൾ സന്തോഷത്തോടെ വിക്രത്തെ നോക്കി. ചേട്ടൻ വെക്കോളൂ, ഞാൻ എടുത്തു വെച്ചോളാം. അയാൾ തല കുലുക്കിക്കൊണ്ടുപോയി. വൈദ്യു ചുറ്റും നോക്കി. കാടിനുള്ളിൽ എന്നതുപോലെയാണ്. മലകളും അതിൽ നിന്നും വെളുത്ത നൂലുപോലെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. കോടമഞ്ഞു നിറഞ്ഞു കിടക്കുന്ന മലനിരകൾ. വിക്രം ഡോറ് തുറന്ന് അകത്ത് കയറി. ബാഗുകൾ കൊണ്ടുവച്ചിട്ടും അവൾ അതേ നിൽപ്പ് നിൽക്കുകയാണ്. വിടർന്ന കണ്ണുകളോടെ കാഴ്ചകൾ ആസ്വദിക്കുന്ന തിരക്കിലാണ് കക്ഷി. ജീവിതത്തിൽ ആദ്യമായാണ് അവർ ഇങ്ങനെയൊരു യാത്ര പോകുന്നത്. പണ്ട് സമയത്തൊന്നും അവളുടെ അച്ഛൻ വിട്ടിരുന്നില്ല. രാധിക ആൻറ്റി അടുത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ കൂടെ പോകുന്നതല്ലാതെ ഇങ്ങനെയൊരു യാത്ര ഇതാദ്യമാണ്. അകത്തേക്ക് കയറാനൊന്നും ഉദ്ദേശമില്ലേ? വിക്രം വാതിലിൻ്റെ അവിടെ കൈകൾ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് അവനെ നോക്കിയിട്ട് അകത്തേക്ക് കയറി. വിക്രം ഡോർ ലോക്ക് ചെയ്ത് അവളുടെ പിന്നാലെ കയറിപ്പോയി. ചെറിയൊരു വീട് പോലെയായിരുന്നു അതിനകം. ഒരു ബെഡ്റൂമും ഹാളും വാഷ്റൂമും ഡൈനിങ് ഏരിയയും. മൊത്തം ചില്ല് ജാലകങ്ങളാണ്. തൂവെള്ള നിറമാണ് എല്ലായിടത്തും. കർട്ടനുകൾ ഉൾപ്പെടെ. ബെഡ്റൂമിനുള്ളിൽ കയറിയവൾ കണ്ണുമിഴിച്ച് നോക്കി നിന്നു. കിങ് സൈസ് ബെഡിൽ തൂവെള്ള പുതപ്പിന് മുകളിൽ കൊക്കുരുമിയിരിക്കുന്ന അരയന്നങ്ങൾ. ബെഡ് ലവ് ഷേപ്പിൽ ചുവന്ന റോസാപ്പൂക്കൾ വിതറിയിട്ടുണ്ട്. റൂമിലാകെ അലങ്കാരങ്ങളാണ്. അവളുടെ ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. പിന്നിൽ അവൻ്റെ നിശ്വാസം അറിഞ്ഞതും അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവനും റൂമാകെ നോക്കുന്ന തിരക്കിലാണ്. ഹണിമൂൺ സ്യൂട്ടാണ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അവളെ നോക്കി ഗൗരവത്തിലാണ് ചോദ്യം. അവൾ ഉത്തരം പറയാതെ മിഴിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ സർപ്രൈസ് ഇവിടെയല്ല. വേഗം പോയി ഫ്രഷായി വാ, അവൻ അവളോട് പറഞ്ഞിട്ട് ഹാളിലേക്ക് നടന്നു. ഈശ്വര, ഇനി സർപ്രൈസോ? ശരിക്കും ഇങ്ങനെ ഫസ്റ്റ് നൈറ്റ് ആണോ ഇനി? ദൈവമേ! അവൾ ഉമ്മിനീരിറക്കി ശ്വാസം പിടിച്ചു നിന്നു. എല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ശരിക്കുമുള്ള ദാമ്പത്യ ജീവിതം ആരംഭിക്കാമെന്ന് പുള്ളി വിചാരിച്ചു കാണുമോ? സാധാരണ അറേഞ്ച്ഡ് മാരേജ് പോലെ ആയിരുന്നല്ലോ ഞങ്ങളുടെ വിവാഹവും. അതുപോലെ ആവുമോ? അവൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ആ ബെഡിൽ അമർന്നിരുന്നു. വൈദു ഫ്രഷായി വന്നപ്പോൾ വിക്രം കപ്പിലേക്ക് കാപ്പി പകർത്തുകയായിരുന്നു. അവൾ വന്നതും ഒരു കപ്പ് അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി അവനെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് ഗൗരവമൊക്കെ പോയിട്ടുണ്ട്. പൊതുവെ അയഞ്ഞൊരു മട്ടാണ്. വിക്രത്തോടുള്ള ദേഷ്യം മാറിയതുകൊണ്ടായിരിക്കും. അവൾ ഓർത്തുകൊണ്ട് ചൂട് കാപ്പി എടുത്തുകൊണ്ട് ചുണ്ടോട് മുട്ടിച്ചു. പൊള്ളിപ്പോയ ചുണ്ട് നുണഞ്ഞുകൊണ്ട് കപ്പ് പെട്ടെന്ന് ടേബിളിൽ വെച്ച് അവളൊന്ന് പൊങ്ങിച്ചാടിപ്പോയി. വിക്രം അവളെ നോക്കി കണ്ണുരുട്ടി. ആയി വിറക്കുന്ന കാപ്പിയാണെന്ന് കണ്ടില്ലേ? എവിടെയായിരുന്നു തൻ്റെ ശ്രദ്ധ?
അവൻ ശാസിച്ചുകൊണ്ട് അവളെ വലിച്ച് തന്നോട് ചേർത്ത് ചുണ്ടിൽ പിടിച്ചു നോക്കി. ചുവന്നു തുടുത്തിട്ടുണ്ട്. അവൻ്റെ വിരലുകൾ ചുണ്ടിൽ സ്പർശിച്ചപ്പോൾ അവൾ ഒന്ന് വിറച്ചുപോയി. അവൻ അവളുടെ ഇരു കവിളിലും കൈ അമർത്തിക്കൊണ്ട് തൻ്റെ നേരെ അവളുടെ മുഖം അടുപ്പിച്ചു. പിന്നെ ആ പൊള്ളലേറ്റ ചുണ്ടുകളിൽ പതിയെ നാവ് കൊണ്ട് തഴുകി. അവളൊന്ന് പൊങ്ങിയുയർന്നുകൊണ്ട് അവൻ്റെ ഇരുചുമലിലും കൈകൾ അമർത്തി വെച്ചു. വിക്രത്തിൻ്റെ കൈകൾ അവളുടെ അരയിൽ അമർന്നുകൊണ്ട് അവളെ വീണ്ടും തന്നിലേക്ക് അമർത്തിപ്പിടിച്ചു. അവളുടെ മേനി അവൻ്റെ മേനിയിൽ അമർന്നുപോയി. ചുണ്ടുകളെ മതിവരുവോളം നുകർന്നുകൊണ്ടവൻ പിൻവാങ്ങുമ്പോൾ അവൾ കിതപ്പോടെ അവനെ നോക്കി. വിക്രം അവളുടെ ചുണ്ടുകൾ പിടിച്ച് താഴ്ത്തി നോക്കി. ഇപ്പം ശരിയായിട്ടുണ്ട്. അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തതുകൊണ്ട് കുഴപ്പമില്ല. കള്ളച്ചിരിയോടെ പറയുന്നവനെ തന്നെ നോക്കി നിന്നുപോയി അവൾ. അപൂർവമായി മാത്രം അവനിൽ വിരിയുന്ന ആ പുഞ്ചിരിയിലേക്ക് മതിമറന്ന് നോക്കി നിന്നുപോയി. നമുക്കൊരിടത്ത് പോവാം, നിനക്ക് ശരിക്കും ഇഷ്ടപ്പെടും അവിടെ. അവളുടെ കുറുനിരകളെ ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ ഇളം പിങ്ക് നിറത്തിലുള്ള ആ ചുണ്ടുകളിൽ അവൾ നോക്കി നിന്നു. ഇനിയും വേണം നിനക്ക്? കളിയാക്കിക്കൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിൽ ചമ്മലോടെ തല കുടഞ്ഞുകൊണ്ട് അവൾ മാറി നിന്നു. വിക്രം അവളെയും കൂട്ടിക്കൊണ്ട് കരിങ്കൽ പാളികൾ വിതറിയ വഴിയിലൂടെ നടന്നു. ശ്രദ്ധാപൂർവം അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവളും. വെള്ളച്ചാട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളെയും കഴിഞ്ഞ് ഒരിറക്കം ഇറങ്ങി നടന്നു. അതിൻ്റെ മുകളിലുള്ള ഏറുമാടത്തിൽ അവൾ അതിശയത്തോടെ നോക്കി. ഡോക്ടർ, അത്? അവൾ കൗതുകത്തോടെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. നമ്മുടേത് തന്നെയാണ്. അതാണ് നിനക്ക് ഞാൻ പറഞ്ഞ സർപ്രൈസ്. അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. എൻ്റെ ഡയറി വായിച്ചു അല്ലേ? അവൾ ചിരിയോടെ എന്നാൽ വേദന കലർത്തി ചോദിച്ചപ്പോൾ അവൻ കണ്ണ് ചെമ്മി. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മൂടിക്കെട്ടി വെച്ചതല്ലേ താൻ? പക്ഷെ അതൊന്നും നടന്നതുമില്ല. നഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും താൻ പലതും ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. എല്ലാം ഒന്നുമല്ലെങ്കിലും കുറച്ചെങ്കിലും തനിക്ക് ഞാൻ സാധിച്ചു തരാം. അവനത് പറയുമ്പോൾ അവൾ മുന്നോട്ട് വന്ന് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് ഇറുക്കപ്പുണർന്നു നിന്നു. അവൻ്റെ നെഞ്ചപ്പം മാത്രം പൊക്കമുണ്ടായിരുന്നതുകൊണ്ട് അവൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടന്നതുപോലെയാണ് അവളുടെ നിൽപ്പ്. അത് കണ്ട് ചിരിയോടെ അവളെയൊന്ന് എടുത്തു പൊക്കി വിക്രം. പിന്നെ അവൾ ഊർന്നിറങ്ങിക്കൊണ്ട് അവനെ നോക്കി. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി ഡോക്ടർ. നിങ്ങൾക്കിപ്പോൾ ആ ദേഷ്യമില്ല. അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു. പക്ഷേ എനിക്ക് ആ കാട്ടുപോത്തിനെയാണ് ഇഷ്ടം. ആരെയും കൂസാത്ത എന്നെ നോക്കി ദഹിപ്പിക്കുന്ന ഡോക്ടർ. ഓ, കലിപ്പൻ്റെ കാന്താരി. ഒരു ചീഞ്ഞ കോൺസെപ്റ്റാണോ? എനിക്കിത് ഇഷ്ടമല്ല. എൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. പിന്നെ തന്നോട് കാണിച്ച ദേഷ്യം, അതൊക്കെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പൊതുവേ എനിക്ക് പൈങ്കിളിയാകാൻ താല്പര്യമില്ല. എനിക്കൊരു ബേസിക് നേച്ചറുണ്ട്. അതൊരിക്കലും ഞാൻ മാറ്റില്ല. ആർക്കും മാറ്റാനും കഴിയില്ല. അവൻ പറഞ്ഞപ്പോൾ അവനെ ഇഷ്ടത്തോടെ തന്നെ നോക്കി അവൾ. ഇതാണ് ഡോക്ടർ. ഇത് തന്നെയാണ് താൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയതും. തടി കൊണ്ടുള്ള ഗോവണിയാണ് അതിന് കെട്ടിയിരുന്നത്. അവൻ ആദ്യം കയറി അവളെ ശ്രദ്ധാപൂർവം പിടിച്ചു കയറ്റി. അകത്തൊരു ബെഡും അതും നിറയെ അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പുറത്തൊരു ടേബിളും അതിൽ കുറച്ച് പാത്രങ്ങളും കുടിക്കാൻ വെള്ളവും എല്ലാം ഉണ്ട്. അകത്ത് മനോഹരമായ വുഡൻ വർക്കാണ്. കാറ്റ് വീശിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു ചെറിയ പരിഭ്രമത്തോടെ. ഡോക്ടർ, വലിയ കാറ്റ് വീശിയാൽ? ഉള്ളിലെ വ്യഥ അവനോട് പങ്കുവച്ചു. വിക്രത്തിന് ചിരി വന്നു. ഒന്നും സംഭവിക്കില്ല, ഡോൺ വറി. വിക്രം അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ അവളെ ഇരുത്തി. പിന്നെ അവൻ കർട്ടൻ വകഞ്ഞു മാറ്റി പുറത്തേക്ക് നോക്കി. വലിയ ശാന്തതയാണ് ഇവിടെ. ആരും തന്നെ സ്വകാര്യതയിൽ എത്തി നോക്കാത്ത പ്രകൃതിയുടെ സംഗീതം മാത്രമുള്ള അന്തരീക്ഷം. വെള്ളത്തിൻ്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. നേരെ ഇരുട്ടി തുടങ്ങി. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. സാൻഡ്വിച്ചും മിൽക്ക് കോഫിയുമാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് അവളെയും കൂട്ടി താഴേക്ക് ഇറങ്ങി. കുറച്ചപ്പുറത്ത് തന്നെ ഒരു കോട്ടേജാണ്. രാത്രിയിൽ വരാനൊക്കെ മുകളിൽ നിന്ന് ബുദ്ധിമുട്ടാണ്. ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വാ. അവളുടെ മനസ്സ് കണ്ടതുപോലെ അതിന് പുറത്തു തന്നെ അവൻ കാത്തു നിന്നു. പിന്നെ അവൻ അവളെയും കൂട്ടിക്കൊണ്ട് വീണ്ടും മുകളിലേക്ക് കയറി. പിന്നെ ഒരു ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളത് തുറന്നു നോക്കി. ഫ്ലോറൽ പ്രിന്റ് ചെയ്ത് ഇളം ബോട്ടിൽ ഗ്രീൻ നിറത്തിൽ ഉള്ളൊരു ഗൗൺ. അവളുടെ കണ്ണുകൾ വിടർന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിട്ട് വന്നു, അവൻ പറഞ്ഞപ്പോൾ അവൾ അതെടുത്ത് നിവർത്തി നോക്കി. ഒരു രാജകുമാരിയെ പോലെ തോന്നി അവളെ ആ വേഷത്തിൽ. അവൾ ഒരിക്കൽ ഡയറിയിൽ എഴുതിയത് അവൻ ഓർത്തു. നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി, പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി, ഒരു സിൻഡ്രല്ലയെ പോലെ ഞാൻ എൻ്റെ രാജകുമാരനോട് മാമരക്കൊട്ടാരത്തിലെ വരാന്തയിൽ വെച്ച് ഞാൻ എൻ്റെ രാജകുമാരനോട് എൻ്റെ പ്രണയം പറയും. അവനെ ഞാൻ എൻ്റെ ചുംബനം അറിയിക്കും. രാജകുമാരൻ എത്തിയില്ലല്ലോ, അവൻ കളിയായി പറഞ്ഞപ്പോൾ അവൾ മുഖം കുനിച്ചു കളഞ്ഞു. അതൊക്കെ അന്നേരത്തെ വട്ടിനെഴുതിയതാ, അവൾ ചമ്മലോടെ പറഞ്ഞു. ആണോ? അപ്പോൾ പിന്നെ ഇപ്പോൾ ആ രാജകുമാരൻ വന്നാലോ? അവൻ കുസൃതിയോടെ ചോദിച്ചപ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണിലെ ഭാവത്തിൽ അവൾ മറ്റെന്തോ തിരഞ്ഞു. അവൾ മുന്നോട്ട് നീങ്ങി നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി.
എനിക്ക് എനിക്ക് ഈ രാജകുമാരൻ മതിയെങ്കിലോ? അവൻ്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ആ വിരലിൽ പിടുത്തമിട്ടുകൊണ്ട് അവൻ അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. നിനക്കെന്നോട് പ്രണയമാണോ ജാൻ? അവൻ്റെ ആ വിളിയിൽ അവൾ പിടച്ചിലോടെ അവനെ നോക്കി. ജാൻ? അവൾ അറിയാതെ ചോദിച്ചുപോയി. നിനക്കല്ലേ ഞാൻ ഉർവശി എന്ന് വിളിക്കുന്നത് ഇഷ്ടമില്ലാത്തത്? പക്ഷേ എനിക്ക് തോന്നുമ്പോൾ മാത്രം ഞാൻ ഇങ്ങനെ വിളിക്കൂ, മേരി ജാൻ. അപ്പോൾ പറയേ, നിനക്കെന്നോട് പ്രണയമാണോ? അവളുടെ കവിളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അതെനിക്കറിയില്ല, അവൾ സന്ദേഹത്തോടെ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് തനിക്ക് അവനോട് പ്രണയം തോന്നിയെന്ന് അവൻ അറിഞ്ഞാൽ അവൾ മനസ്സിൽ പലതും ആലോചിച്ചു കൂട്ടി. പക്ഷേ എനിക്കറിയാം, നിന്റെ ഈ കണ്ണുകളിൽ ഞാനത് കാണുന്നുണ്ട്. പെട്ടെന്ന് പ്രണയം തോന്നിയെന്ന് ഞാൻ അറിഞ്ഞാൽ അത് ഞാൻ തള്ളിക്കളയും എന്നല്ലേ നിന്റെ ചിന്ത? ഒരു പക്ഷേ നമ്മൾ വിവാഹിതരാണ് ഉർവശി. പരസ്പരം ഒരു ജന്മം ഒന്നിച്ചു മനസ്സും ശരീരവും പങ്കുവെക്കേണ്ടവർ, സന്തോഷവും സങ്കടവും ഒന്നിച്ചനുഭവിക്കേണ്ടവർ. അവർക്കിടയിൽ കവിതാക്കളെ പോലെ പ്രണയം വരണമെന്നില്ല, പ്രപ്പോസ് ചെയ്യണമെന്നില്ല, പ്രണയ സമ്മാനങ്ങൾ നൽകണമെന്നില്ല. സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിച്ചാൽ അതും പ്രണയമാണ്. താലി ഒരു ബന്ധനമല്ല, മറിച്ച് പരസ്പര വിശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും ചേർത്ത് നിർത്തലാണ്. നീ എന്നെ നിന്റെ ജീവിത പങ്കാളിയാക്കി സ്വീകരിച്ചു കഴിഞ്ഞു. ആ നിനക്ക് എന്നോട് തോന്നുന്നത് പ്രണയമാവാം, സ്നേഹമാവാം, ബഹുമാനമാവാം. അതൊക്കെ അറിയാതിരിക്കാൻ ഞാൻ 70കളിലോ 80കളിലോ സിനിമാ നായകനല്ല. കൂടെയുള്ള പാർട്ട്ണറുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് ജ്യോതിഷം ആവശ്യമില്ല ഉർവശി. നിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ വൈദു ഉയർന്നു പൊങ്ങി അവൻ്റെ കവിളിൽ ചുണ്ട് ചേർത്ത് അവനെ നോക്കി. നിങ്ങൾ എൻ്റെ ഭാഗ്യമാണ് ഡോക്ടർ. മുള്ളുകൾ നിറഞ്ഞ വഴികൾ താണ്ടി വന്ന എനിക്ക് നിങ്ങളൊരു പനിനീർ പുഷ്പമാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൻ്റെ അടുത്ത കവിളിലും ചുണ്ട് ചേർത്തിരുന്നു അവൾ. വിക്രം ആദ്യമായി അവളിൽ നിന്നും കിട്ടിയ ആ ചുംബനങ്ങളുടെ ഹാങ് ഓവറിലായിരുന്നു. ചെയ്തു കഴിഞ്ഞാണ് അവൾ ചമ്മലോടെ തല താഴ്ത്തി. വിക്രം അവളുടെ ഇരു ചുമലുകളിലും കൈയമർത്തി അവളെ അവനിലേക്ക് വലിച്ചു ചേർത്ത് അവളെ നോക്കി. കണ്ണുകൾ തുറക്കാതെ അടച്ചു നിൽപ്പാണ് അവൾ. ലുക്ക് അറ്റ് മീ ഉർവശി, അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ വൈദു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ഒരുപക്ഷെ അവൻ ഇഷ്ടപ്പെട്ട് കാണില്ലേ എന്നവൾ സങ്കടത്തോടെ ഓർത്തു. സോറി, ഞാൻ പെട്ടെന്ന്, അവൾ അങ്ങനെ പറഞ്ഞ് തല താഴ്ത്തിയപ്പോൾ വിക്രം അവളുടെ താടിത്തുമ്പ് ഉയർത്തി അവളുടെ നെറ്റിയിൽ നേർമയായി ചുണ്ടു ചേർത്തു. വൈദു കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. ഞാൻ നിനക്ക് ആരാണ് ഉർവശി? അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ സംശയത്തോടെ നോക്കി. ഭർത്താവ്, അവൾ മറുപടി പറഞ്ഞു. പിന്നെ എന്തിനാണ് കുറച്ചു മുന്നേ നടന്ന നിമിഷങ്ങളിൽ നിനക്കൊരു സന്ദേഹം? വിവാഹ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്, പരസ്പരം ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചവരാണോ? അവൻ ചോദിച്ചപ്പോൾ അല്ലെന്ന് അവൾ തലയാട്ടി. നമ്മൾ കുറച്ചു ദിവസമെങ്കിലും പരസ്പരം മനസ്സിലാക്കിയവരാണ്. എൻ്റെ പാസ്റ്റും തൻ്റെ പാസ്റ്റും പരസ്പരം അറിയാവുന്നവർ. പിന്നെ താൻ വിവാഹത്തോടെയാണ് വല്ലാതെ തൊട്ടാവാടിയായി പോയതെന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപുള്ള ഉർവശിയെ തിരികെ കൊണ്ടുവരാനാണ് ഞാൻ തന്നെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിച്ചതൊക്കെ. എടോ, വിവാഹം കഴിക്കുന്നവരൊക്കെ തന്നെ കുറച്ച് സമയം കൊണ്ട് പരസ്പരം അടുക്കുന്നവരാണ്. നമ്മുടെ കാര്യത്തിൽ വിവാഹത്തിന് മാത്രം തന്നെ കണ്ടവനല്ല ഞാൻ. അതിനു മുൻപേ നമ്മൾ കണ്ടിരുന്നു, അടുത്ത് ഇടപഴകിയിരുന്നു, ഒന്നിച്ച് യാത്ര ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി. കുറച്ചു നാൾ കൂടി കഴിഞ്ഞാലേ നമുക്ക് യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്താൻ കഴിയൂ. ആദ്യം ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് നമ്മൾ ഒന്നാവേണ്ടത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വന്നതല്ല, പരസ്പരം മനസ്സ് കൈമാറാനാണ്. അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ ചമ്മലോടെ അവനെ നോക്കി.